അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നമ്മളെല്ലാവരും വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ നാട്ടിലുള്ളവരോടും വീട്ടിലുള്ളവരോടും കുടുംബക്കാരോടും പെരുമാറുന്നവരാണ്. ആ സമയത്ത് ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒട്ടനവധി മാതൃകകൾ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. പലപ്പോഴും നല്ലത് സംസാരിക്കാത്തതിന്റെ പേരിലായിരിക്കും പല ആളുകളും പല സമയത്തും ഖേദിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. ബനൂ ഇസ്രായേൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ആള് നിരന്തരം തിന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അവസാനം നാളെ പരലോകത്ത് നിരന്തരം തെറ്റ് ചെയ്ത വ്യക്തി സ്വർഗത്തിലും നിരന്തരം നന്മകൾ ചെയ്ത വ്യക്തി നരകത്തിലും എത്തിയെന്നാണ്. ഇതിന് കാരണം ചോദിച്ച സമയത്ത് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ നിരന്തരം നന്മ ചെയ്യുന്ന വ്യക്തി ഒരിക്കൽ പറഞ്ഞു വെത്രേ, നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല. നോക്കൂ നിങ്ങൾ, നിനക്ക് അള്ളാഹു പുറത്തു തരില്ല എന്ന വാക്കിന്റെ പേരിലാണ് നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിന്റെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ സ്പഷ്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യും എന്ന രൂപത്തിൽ പെരുമാറാനും ഇടപഴകാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.